ഇന്ത്യയുടെ ചന്ദ്രയാൻ 1, 2, 3 വളരെ വിജയകരമായാണ് വിക്ഷേപണം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനും ഇന്ത്യ പോലെ തങ്ങൾക്കും ചന്ദ്രനിലേക്കുള്ള ഒരു വിക്ഷേപണ ആഗ്രഹം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എക്കണോമിക്കലി തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. മറ്റൊരു രാജ്യത്തിന്റെ സഹായം ഇല്ലാതെ പാകിസ്ഥാന്റെ ഈ ഒരു ആഗ്രഹം മുന്നോട്ട് പോകില്ല. അതിനായിട്ട് അവർ ആശ്രയിച്ചത് ചൈനയാണ്. ചൈനയുടെ സഹായ ഹസ്തം അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചതിയുടെ രൂപമാണെന്ന് അറിയുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ലക്ഷ്യമില്ലാതെ ചൈന പാകിസ്ഥാനെ സഹായിക്കില്ല. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന് സ്വന്തമായി സാറ്റലൈറ്റ് വിക്ഷേപിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാലാണ് ചൈനയുടെ മിഷൻ ആയിട്ടുള്ള ചാങ്-E-6 എന്ന മിഷന്റെ അണ്ടറിലാണ് പാകിസ്ഥാൻ അവരുടെ സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 7 കിലോയുള്ള സാറ്റലൈറ്റ് ആണ് പാകിസ്ഥാൻ ചൈനയുടെ അണ്ടറിൽ അയക്കുന്നത്. ഇവിടെ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് സ്വന്തമായിട്ടുണ്ടാക്കിയ സാറ്റലൈറ്റ് ആണെന്നാണ്. പക്ഷെ അത് അസംബിൾ ചെയ്തിരിക്കുന്നത് കണ്ടാൽ അറിയാം അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം ചൈനയുടെ ആണെന്നുള്ളത്. അതായത് ചൈനയിൽ നിന്നും വിക്ഷേപണ സഹായം മാത്രമല്ല, സാറ്റലൈറ്റ് രൂപീകരണത്തിന് വേണ്ടിയുള്ള സഹായവും പാകിസ്ഥാന് കാര്യമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ വിക്ഷേപിക്കാൻ പോകുന്ന ചന്ദ്രയാൻ 4 ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ അതിൽ നിന്നും പരീക്ഷണ ആവശ്യത്തിനായിട്ട് റിസർച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ഇത് തന്നെയാണ് ചൈനയുടെ മിഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ റിസർച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രാൻസ്, ഇറ്റലി, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും എന്ന ദൗത്യവും ചൈനയ്ക്കുണ്ട്. അതുപോലെ ഇതിന്റെ കൂടെയാണ് ഈ പാകിസ്ഥാൻ സാറ്റലൈറ്റും പോകുന്നത്. പാകിസ്ഥാന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആദ്യമായി നടത്തുന്ന സാറ്റലൈറ്റ് വിക്ഷേപണ ഉദ്ദേശം അത് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ഈ ഒരു സാറ്റലൈറ്റ്, പാകിസ്ഥാന്റെ സാറ്റലൈറ്റ് ചന്ദ്രന്റെയും ഭൂമിയുടെയും ചിത്രങ്ങൾ പകർത്തുകയും കൂടാതെ തന്നെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണത്തെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും എടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ചൈനയുടെ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ ചിത്രങ്ങൾ പകർത്തുകയും പാകിസ്ഥാൻ സാറ്റലൈറ്റ് നിർവഹിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് ഈ ഒരു വിക്ഷേപണത്തിലൂടെ പാകിസ്ഥാൻ നിർവഹിക്കാൻ പോകുന്നതെന്ന് അവിടുത്തെ നിലവിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ട്വിറ്ററിൽ കുറിച്ചിരുന്നു. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം തീവ്ര മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാനിലെ ശാസ്ത്രത്തോടുള്ള താല്പര്യം, അതായത് ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുക തന്നെ വലിയൊരു കാര്യമാണ്. മതത്തെ മാത്രം കെട്ടിപ്പിടിച്ചിരുന്നാൽ കാര്യമില്ല എന്നുള്ളത് പാകിസ്ഥാന് മനസ്സിലായി കാണും. കാരണം ലോക രാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇതുപോലെ പേരെടുത്താൽ മാത്രമേ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഈ സലഫിസവും വഹാബിസവും ജനങ്ങളിലേക്ക് വെക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ചൈനയെ പോലുള്ള കപട രാഷ്ട്രങ്ങളുടെ സഹായത്തിലാകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായുമുണ്ട്. കാരണം ചൈന ഒരു ഇസ്ലാമിക് വിരുദ്ധ രാജ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടുത്തെ ഇസ്ലാമിക വിരുദ്ധത പല വീഡിയോകളിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ചൈനയുടെ സഹായ ഹസ്തം പാകിസ്ഥാൻ സൂക്ഷിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാനും അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക മാന്ദ്യത്തെ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതായിട്ടുണ്ട്.